മറ്റൊരു നന്മയുടെ വാർത്തയിലേക്ക് കടക്കാം. ആ നന്മയുടെ വാർത്ത വരുന്നത് വയനാട്ടിൽ നിന്നാണ്. ഒരു യുവതിക്ക് വൃക്ക ദാനം ചെയ്തു നൽകിയിരിക്കുകയാണ് ഒരു CPM നേതാവ്. മണികണ്ഠൻ എന്നു പേരുള്ള DYFI ഇരുളം മേഖലാ സെക്രട്ടറിയാണ് ഈ വൃക്ക ദാനം ചെയ്തിരിക്കുന്നത്. എന്തിനാണ് വൃക്ക ദാനം ചെയ്തത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഒരു വൃക്ക മതിയല്ലോ ജീവിക്കാൻ എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. രതീഷ് വാസുദേവന്റെ സ്റ്റോറി കാണാം. പുൽപ്പള്ളി ചീയമ്പത്തിന് സമീപമാണ് മണികണ്ഠന്റെ വീട്. 10 വർഷം മുമ്പ് നടന്ന അവയവദാനം മഹാദാനം എന്ന DYFI ക്യാമ്പയിനിൽ സജീവമായിരുന്നു മണികണ്ഠൻ. അന്നു തന്നെ അവയവദാനത്തിനുള്ള സമ്മതപത്രവും നൽകിയിരുന്നു. ഒരു വൃക്കദാനം ചെയ്താലും ഒന്നു മതിയല്ലോ ജീവിക്കാനെന്നാണ് മണികണ്ഠന്റെ പക്ഷം. നമ്മളെപ്പോലുള്ള യുവാക്കൾ യുവതികളൊക്കെ ഇതിന് മുന്നിട്ടിറങ്ങണം. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ അവയവ മാഫിയ എന്നുള്ളൊരു സംഭവമൊന്നും നിലവിലുണ്ടാവില്ല. കാരണം കൊടുക്കാൻ കഴിയുന്നവരെല്ലാവരും മാക്സിമം ഇതിനെ മുന്നിട്ടിറങ്ങിയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഒരുപാട് പേർക്ക് ഇത് സന്നദ്ധമായിട്ട് ചെയ്യാൻ പറ്റും. കോഴിക്കോട് പയ്യോളി സ്വദേശിയായ 37-കാരിക്കാണ് മണികണ്ഠൻ വൃക്ക നൽകിയത്. ഫെബ്രുവരി 4-നായിരുന്നു ശസ്ത്രക്രിയ. ഇരുവൃക്കകളും തകരാറിലായതോടെ ഭർത്താവ് ഉപേക്ഷിച്ചുപോയ 2 മക്കളുടെ അമ്മയായ യുവതിക്കാണ് മണികണ്ഠൻ തുണയായത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇവർ എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മണികണ്ഠൻ വീട്ടിലും. മാർച്ച് 30-നായിരുന്നു ശസ്ത്രക്രിയ തീരുമാനിച്ചിരുന്നത്. യുവതിയുടെ ആരോഗ്യനില മോശമായതോടെ നേരത്തെയാക്കുകയായിരുന്നു. ഇപ്പോഴും 35 വർഷമായിട്ട് ഇത് ഡൊണേറ്റ് ചെയ്ത ആളെ ഞാൻ പരിചയപ്പെട്ടു. പുള്ളി 35 വർഷമായിട്ട് പൂർണ്ണ ആരോഗ്യവാനാണ്, ഒരു കുഴപ്പമില്ല. ഇപ്പം 35 വർഷമായി ഡൊണേറ്റ് ചെയ്തിട്ട്. അപ്പം തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതായി. കാരണം ഈ സമൂഹത്തിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ കഴിയും. അപ്പോൾ അവരൊക്കെ തന്ന ആത്മവിശ്വാസം ഭയങ്കരമാണ്. കുടുംബാംഗങ്ങൾ സമ്മതിച്ചതോടെ ശസ്ത്രക്രിയയ്ക്കുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അവയവദാനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് കൂടുതൽ ആളുകൾ ഇക്കാര്യത്തിൽ ആശങ്കപ്പെടാൻ കാരണമെന്നാണ് മണികണ്ഠൻ പറയുന്നത്. രതീഷ് വാസുദേവൻ, News 18, വയനാട്.